ഹായ് എവരി വൺ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാനിന്ന് ആശംസിക്കുന്നു. ഗ്ലാഡ് ടു മീറ്റ് യു ഓൾ മൈ ഫ്രണ്ട്സ്. ഞാനിന്ന് വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. എന്തെന്ന് വെച്ചാൽ, എനിക്കൊന്നിനും കഴിയില്ല, ഞാൻ പോരാ, എനിക്കൊരു കഴിവുമില്ല, അങ്ങനെയുള്ള ചിന്താഗതി ഉള്ളവരോടും അത്തരത്തിലുള്ള ഫീലിങ്സ് ഉള്ളവരോടും വേണ്ടിയാണ് ഈ മെസ്സേജ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കാരണവശാലും നമ്മളൊരു ഇരയായിട്ട് ജീവിക്കരുത്. നമ്മളൊരു വിന്നറായിട്ടാണ് ജീവിക്കേണ്ടത്. നമ്മളൊരു വിന്നറായിട്ട് ജീവിക്കണം. ഞാൻ എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും ഒക്കെ ഇങ്ങനെ ഏറ്റെടുത്തിട്ട് വിഷമിച്ച് ജീവിക്കുന്ന ആളായിട്ട് മാറരുത്. സിമ്പതി കിട്ടാനോ സപ്പോർട്ട് കിട്ടാനോ വേണ്ടിയിട്ട് കരയുന്ന വ്യക്തികളായിട്ട് മാറരുത്. എന്നെക്കൊണ്ട് ഒന്നിനും കഴിയില്ല, അവരെന്നെ ഇങ്ങനെ ഉപയോഗിക്കുന്നു അങ്ങനെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഇരയായിട്ട് മാറരുത്. ജീവിതത്തിൽ ഒരു ഇരയായി ജീവിച്ചിട്ട് ഒരു കാര്യമല്ല. നമ്മൾ മാറണം. ഉത്തരവാദിത്തം ഏറ്റെടുത്ത് തൻ്റെ ഇടത്തോടു കൂടി പ്രവർത്തിക്കാൻ തയ്യാറാവണം. അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കണം. അതിനുള്ള മെൻറ്റാലിറ്റി ഉണ്ടാവണം. അതല്ലാതെ എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും നമ്മൾ ഒരു ഇരയായിട്ട് ഇങ്ങനെ ജീവിക്കരുത്. ഓക്കെ? എൻ്റേത് ശരിയാവുന്നില്ല, എൻ്റേത് നടക്കുന്നില്ല, ഡോണ്ട് കംപ്ലൈൻറ്റ്. ഇത് സ്റ്റോപ്പ് ചെയ്യാൻ 3 കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. പ്രധാനമായും പറയാൻ പോകുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ, ഡോണ്ട് കംപ്ലൈൻറ്റിങ്. നിങ്ങളുടെ സിറ്റുവേഷൻ എന്തുമായിക്കോട്ടെ, ആ സിറ്റുവേഷൻ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, കുറ്റം പറയാൻ പാടില്ല. സിറ്റുവേഷനെ കുറ്റം പറയുക, സമൂഹത്തെ കുറ്റം പറയുക, മാതാപിതാക്കളെ കുറ്റം പറയുക, അവർ എന്നെക്കൊണ്ട് ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുക. എൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല, എനിക്കൊന്നിനും പറ്റില്ല, എന്നെക്കൊണ്ട് ഒന്നിനും കഴിയില്ല, എൻ്റെ അടുത്ത് സമ്പത്തില്ല, എനിക്ക് പ്രയാസങ്ങളാണ്, എനിക്ക് ടെൻഷനാണ്, എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെ ആയിപ്പോയി, ഇങ്ങനെയുള്ള വാക്കുകൾ പറയരുത്. ഇത് നെഗറ്റീവാണ്. ഇത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ഒരു കാരണവശാലും ഇത് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താണോ പറയുന്നത് അത് നിങ്ങളുടെ ചിന്തയായി മാറും. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായി മാറും. നിങ്ങളുടെ പ്രവർത്തനത്തിൽ അത് ഒരു കാരണവശാലും നല്ലത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങളുടെ പ്രവർത്തനത്തിൽ അത് കാണും. എന്താണോ പ്രവർത്തിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറും. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി കണ്ട് നല്ലൊരു ജീവിതം എല്ലാവരും ഉണ്ടാക്കിയെടുക്കുക. നമുക്കെല്ലാത്തിനും കഴിയും, എല്ലാം നമുക്ക് നേടിയെടുക്കാൻ കഴിയും. പക്ഷേ ഡോണ്ട് കംപ്ലൈൻറ്റിങ്. ഓക്കെ? ഇന്ന് ഞാൻ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ കാണുക, ഷെയർ ചെയ്യുക. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ.